കുടിയേറ്റത്തിൻ്റെ ഈ പ്രദേശത്തേക്ക് കടന്നു വന്ന് വലിയൊരു നേതൃത്വം നൽകുവാൻ പ്രിയപ്പെട്ട ചാച്ചന് സാധിച്ചിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചാച്ചനും അമ്മച്ചിയും എത്രയോ സ്നേഹമുള്ള ദമ്പതികളായിരുന്നു, മാതൃകാ ദമ്പതികളായിരുന്നു. അവരുടെ സ്നേഹവും പരസ്പരമുള്ള വിശ്വസ്തതയുമെല്ലാം തനിക്ക് നൽകിയ താലന്തുകളെ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്നതാണ്. ആ വിശ്വസ്തതയും സ്നേഹവുമായിരിക്കാം വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിവസം തന്നെ വിശുദ്ധ യോസേപ്പിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ, ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ദൈവം നൽകിയത്. തൊട്ടടുത്ത ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ചാച്ചനോടുള്ള ആ സ്നേഹം വലിയ മാതൃകയാണ് നമുക്ക് നൽകുന്നത്. കുടുംബം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ വലിയ മാതൃക ഈ സമൂഹത്തിന് ഈ കാലഘട്ടത്തിൽ ഈ പ്രിയപ്പെട്ട ചാച്ചനും അമ്മയും മക്കളും എല്ലാം നമുക്ക് നൽകുകയാണ്. അവിടുത്തെ വലിയ സ്നേഹവും കരുതലും ആ ഒരു ഭാഗ്യം ചാച്ചന് ലഭിക്കുകയാണ്. ശുശ്രൂഷ ലഭിക്കുവാനുള്ള വലിയൊരു ഭാഗ്യം നമുക്ക് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അദ്ദേഹം തൻ്റെ ഈ മൃതസംസ്കാര ശുശ്രൂഷ വേളയിൽ നമുക്ക് നൽകുന്ന സന്ദേശം മറ്റൊന്നല്ല. നമ്മെ ഓരോരുത്തരെയും ഭരമേൽപ്പിച്ചിട്ടുള്ള ദൗത്യം അക്ഷരാർത്ഥത്തിൽ ദൈവസ്നേഹത്തോട് ചേർന്ന് നിന്ന് ആഴമായ വിശ്വാസത്തിൽ ജീവിക്കുക. ദൈവം അനുഗ്രഹങ്ങൾ നൽകും, കൃപകൾ ധാരാളമായി നൽകും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹവും കരുതലുമെല്ലാം നമുക്ക് എപ്പോഴും ഹൃദയത്തിൽ ചേർക്കാം. നീതിമാൻ്റെ ഈ മൃതസംസ്കാര ശുശ്രൂഷകളിൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ച ധന്യമായ ജീവിതത്തിന് വിട പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനയാണ്. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, നല്ല ഓട്ടം ഓടി, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് എനിക്കത് നൽകുക തന്നെ ചെയ്യും. ആ കിരീടം നമുക്ക് ഈ ചാച്ചന് നൽകണമേ എന്ന് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് അത് നൽകുന്നില്ലെങ്കിൽ മറ്റാർക്കാണ് ദൈവം അത് നൽകുക? എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിത്യതയുടെ കിരീടം നൽകണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ മരിക്കുന്നവർക്ക്, വിജയം വരിക്കുന്നവർക്ക് നൽകുന്ന 7 സമ്മാനങ്ങളുണ്ട്. 7 സമ്മാനങ്ങളും പ്രിയപ്പെട്ട ചാച്ചന് നൽകണമേ. വെള്ള വസ്ത്രം നൽകണമേ, കിരീടം നൽകി അനുഗ്രഹിക്കണമേ, വലതുവശത്തിരുത്തി ഭക്ഷണത്തിനിരുത്തണമേ, അവിടുത്തെ സിംഹാസനത്തിൽ വിജയസ്തംഭമായിട്ട് അദ്ദേഹത്തെ മാറ്റണമേ. നമുക്ക് പ്രത്യേകമായിട്ട് കിരീടങ്ങൾ നൽകി വിജയം വരിക്കുന്നവർക്ക് നൽകുന്ന വാദ്യോപകരണം, ആ വാദ്യോപകരണം സ്വീകരിച്ചുകൊണ്ട് പളുങ്കുകടലിൽ കർത്താവിനെ പരിശുദ്ധനെ സ്തുതിക്കുന്നതിനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളുടെ 4 പേരോടുമുള്ള നിങ്ങളുടെ അഭിമാനം, സന്തോഷം, ഇത്ര നല്ലൊരു പിതാവിനെ ദൈവം നിങ്ങൾക്ക് നൽകിയില്ലേ? സങ്കടപ്പെടേണ്ട ഒന്നുമില്ല. കാരണം സ്വർഗത്തിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇനിയെല്ലാം മാധ്യസ്ഥം വഹിക്കും. പ്രിയപ്പെട്ട അമ്മച്ചി വലിയ ഭാഗ്യമുള്ള വ്യക്തിയാണെന്ന് നമുക്കറിയാം. ഇനി അമ്മ വിചാരിക്കും, ഇനി ആരാണ് എന്നെ ശ്രദ്ധിക്കുക, ഞാൻ ഇനി ആർക്കാണ് ശുശ്രൂഷ ചെയ്യുക എന്ന് കരുതും. എന്നാൽ ദൈവസ്നേഹത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും എല്ലാം ഈ പ്രിയപ്പെട്ട ചാച്ചനോടൊപ്പം ഇത്രയും കാലം സഹധർമ്മിണി എന്ന നിലയിൽ അനുഭവിക്കാൻ സാധിച്ച അമ്മച്ചി എത്രയോ ഭാഗ്യമുള്ള ദൈവസ്നേഹത്തിൻ്റെ മകളാണ്. തീർച്ചയായിട്ടും ദൈവം ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നൽകി അമ്മയെ കാത്ത് സൂക്ഷിക്കും. ആ അനുഗ്രഹവും പ്രാർത്ഥനയും നമുക്ക് ഈ അവസരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. നല്ലൊരു ചാച്ചനെ നൽകിയതിന്, നല്ല മാതൃകാപരമായ ജീവിതം അദ്ദേഹം നൽകിയതിന്, മക്കളെയെല്ലാം ശ്രേഷ്ഠമായ ശുശ്രൂഷകളിലേക്ക് ബലിയായി നൽകാൻ സാധിച്ചതിന് എല്ലാറ്റിനും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനോടൊപ്പം നിത്യതയുടെ കിരീടം അദ്ദേഹത്തിന് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.